നീ എന്നെ തിരിച്ചറിയുന്നുണ്ടല്ലേ? അത് ഈ ദേഹത്തെ അല്ലേ, ദേഹിയല്ലല്ലോ. എന്റെ വിശ്വാസങ്ങളെ പുച്ഛിച്ച് നടന്നവനല്ലേ നീ? എന്നിട്ടിപ്പോ എങ്ങോട്ടോ നിന്റെ ഈ നെട്ടോട്ടം? നീ അറിയാത്ത എന്തോ നിനക്ക് തേടിപ്പിടിക്കാനുണ്ട്. അതിനല്ലേ ഈ നെട്ടോട്ടം? മാതാപിതാ ഗുരുദൈവം എന്ന തത്വം നീ പഠിച്ചിട്ടില്ലേ? അവയിൽ അവസാനത്തേത് ഇപ്പോഴും നിനക്ക് അന്യമാണ്. ദൈവം. ദൈവത്തിന് ഇഷ്ടയിരിപ്പിടം മനുഷ്യഹൃദയമാണെന്ന് ഓർക്കുക. മനുഷ്യഹൃദയമാണ് പരിശുദ്ധമായ പൂജാമുറി. അത് നിനക്കുണ്ട്. അത് പാൽക്കടൽ പോലെ പരിശുദ്ധമാണെന്ന് അച്ഛനറിയാം. ദൈവത്തിന്റെ ശബ്ദം കോടാനുകോടി മന്ത്രങ്ങളിലുള്ളതിനേക്കാൾ സത്യമായി നിന്റെ ഉള്ളിലുണ്ട്. നിശബ്ദം. നീ അത് കേൾക്ക്. നീ നിന്നെ അറിയും. അച്ഛാ, ഇനി പൂമ്പൊടി കളിക്കാം. ഈ കാടിട്ടത് അത് നോക്കിയിരിക്കണം. ആണ് ആണെന്ന്. അയ്യോ, പൂങ്കൊടിയുടെ കാര്യം. പൂങ്കൊടി ആരടിവൻ? പാർത്തേട്ടാ, ഇത് ഇവനല്ലേ അവൻ? യവൻ ലവൻ. ലവന് അല്ല, കുശൻ. എടാ നീയല്ലേ എന്നാ കാറില്? കാറിലോ? ഏത് കാറില്? KL 571775 മോഡൽ ഫിയറ്റ് കാർ. ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പൂങ്കുടി ഇത് മാധവേട്ടൻ, പാർത്തേട്ടന്റെ കൂടെ പഠിച്ച മാധവേട്ടൻ. മാധവേട്ടനോ? ഏത് മാധവേട്ടൻ? അങ്ങനെ ഒരു മാധവൻ എന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല. എടാ പാർത്ത, നിനക്ക് എന്നെ മനസ്സിലായില്ല. ഗോളിവർ റോയൽ കോളേജിൽ നിന്നോടൊപ്പം പഠിച്ച മാധവൻ. അങ്ങനെ ഒരു മാധവൻ എന്നോടൊപ്പം പഠിച്ചിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല. ഇവനിത് എന്ത് പറ്റി? എടാ ഇത്രയും കാലം കഴിഞ്ഞിട്ടും മറക്കാതെ പഴയ ചങ്ങാതിയെ കാണാൻ എത്ര ദൂരം താണ്ടി വന്നവനാ ഞാൻ. എന്നിട്ടും നിനക്ക് എന്നെ ഓർമ്മയില്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല പാർത്ത, തീരെ പ്രതീക്ഷിച്ചു. ഓ പിന്നെ, കൂടെ പഠിച്ച ചങ്ങാതിയെ കാണാൻ ഗോളിയർന്ന് ഇത്രയും ദൂരം ഓടി വരാൻ ഇവിടെ എന്താ ഗോളിയർ റോയൽ കോളേജിൽ അലൂമിനി ഫംഗ്ഷനോ? ദേ നിന്റെ വേലത്തിലൊന്നും എന്റെ അടുത്ത് വേണ്ട. പറയടാ, നീ ആ കള്ളത്തമ്പിയുടെ ആളല്ലേ? തമ്പിയോ? ഏത് തമ്പി? തമ്പി നിന്റെ മറ്റേ. ഓ, ഉണർന്നോ കുംഭകർണൻ? ഓ, അമ്മ എത്തിയോ? ആരാമേവൻ? അയ്യോ, നിന്റെ ഒപ്പം പഠിച്ച ചങ്ങാതി. അയ്യോ അല്ല, നിങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റി? പറ്റിയത് നിനക്കാ. നിനക്കെന്നെ അറിയാം, പണ്ട് മുതൽക്കേ അറിയാം. അറിയാത്ത പോലെ അഭിനയിക്കുക. മോനെ, ഒപ്പം പഠിച്ചപ്പോഴുള്ള കഥകളൊക്കെ മാധവനോട് പറഞ്ഞിരിക്കായിരുന്നു. നീ കോളേജിലെ പടിക്കെട്ടിന്ന് വീണ് കൈയൊടിഞ്ഞതൊക്കെ അതൊക്കെ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കായിരുന്നു. പാർത്തേട്ടന് ഒന്നും ഓർമ്മയില്ലാത്ത ഗുരുവായൂരിലെ സംഭവത്തിന് ശേഷമായി ഇങ്ങനെ. ഗുരുവായൂരിൽ എന്ത് സംഭവം? അതൊക്കെ ഒരു വലിയ കഥയാ മോനെ. ജീവനോടെ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. കദളിപ്പഴം കുറച്ച് കിട്ടി. പിന്നെ വെണ്ണ എത്ര നല്ലതാണെന്ന് അറിയില്ല, എന്നാലും വാങ്ങി. കദളിപ്പഴവും വെണ്ണയോ? ഇതാർക്ക്? നിന്റെ ചങ്ങാതിക്ക്. കദളിപ്പഴവും വെണ്ണയും ചേർത്ത് കഴിച്ചിട്ടില്ല? ഇല്ല ഇല്ല, നല്ല കോമ്പിനേഷനാ. അതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. നീ ഒന്ന് കഴിച്ച്. ക്ഷേത്രത്തിലെ കളവുമായി വിഗ്രഹം കുട്ടനാട് പറമ്പിലുണ്ടെന്ന് അവിടെ കുളിച്ചോണ്ടിരിക്കുക. വേഗം വാ. കുഴിക്കണോ? കുഴിക്ക കുഴിക്ക കുഴിക്ക. സ്ഥലം മാറിയോ? വിഗ്രഹം കിട്ടി. കിട്ടിയോ? എന്റെ കൃഷ്ണ, സ്വപ്നത്തിൽ കാണിച്ചത് ഇത്ര അച്ചട്ടാവൂന്ന് ഞാൻ കരുതിയതേ ഇല്ല. സ്വപ്നത്തിലോ? അതേന്ന്. നേരം പുലരാറായപ്പോ ഇടത്തെ ചെവിയിൽ ഒരു സംഘനാദം. തെക്കേതിലെ കണാരന്റെ പൂവൻകോഴി കൂവിയതാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നൊരു അശരീരി. ഭക്ത ശിരോമണിയായ ഫൽഗുനൻ തമ്പി, കുട്ടൻ നായരുടെ പറമ്പിന്റെ കിഴക്കേ മൂലയ്ക്ക് കുഴിക്കേ കളവുപോയ വിഗ്രഹം കിട്ടുമെന്ന്. കോൾമയിർ കോൾമയിർ കൃഷ്ണ, ഇത് അവൻ തന്നെ കുഴിച്ചിട്ടതാ, എനിക്ക് ഉറപ്പാ. ഭഗവാനോ? അല്ലടോ പാർത്ഥ. എന്താ വന്നല്ല കണ്ടോടാ, നീ കുഴിച്ചിട്ട വിഗ്രഹം. ഞാനോ? ഞാനോന്നോ? പിന്നെ അല്ലാതാരാ? കുഴിച്ചിട്ട കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ നീ? ഇല്ല, എനിക്കറിയില്ല. ഇത് കുഴിച്ചിട്ട് ഞാനല്ല, നീ തന്നെയാണ്. ക്ഷേത്രത്തിലെ താളിയോലക്ക് എന്തെങ്കിലും കട്ടെടുത്തത് നീയാണെന്ന് ഈ നാട്ടുകാർ കണ്ടതാണ്. വരുവടാ, ഇപ്പൊ വരും. MLA-യും പോലീസും കളക്ടറും ഒക്കെ ഇപ്പൊ എത്തും. എല്ലാവരും ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനി നീ രക്ഷപ്പെടില്ല. പ്രിയമുള്ള ഭക്തജനങ്ങളെ, നിങ്ങൾ പറ, എന്ത് ശിക്ഷ നീ കള്ളന് കൊടുക്കേണ്ടത്? ഞാൻ പറയാം. ഭഗവാന്റെ വിഗ്രഹം കട്ടെടുത്തതിനുള്ള ശിക്ഷ ഞാൻ വിധിക്കാം. മാധവ? അതെ, മാധവൻ തന്നെ. ഏത് മാധവൻ? ഇവൻ ആര്? പറയാം. നീ എന്ത് കരുതി? നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നതെന്നോ?
എന്റെ മുതുമുത്തച്ഛന്റെ കാലം തൊട്ടേ ഞങ്ങളുടെ തറവാടിന്റെ വേരോടിയ മണ്ണാണ് ഈ കൃഷ്ണൻ. ഏത് മുത്തച്ഛൻ? മുകുന്ദൻ മുത്തച്ഛൻ. ഏത് തറവാട്? വൈകുണ്ഠപുരം തറവാട്. അതെവിടെയാ? ഇപ്പൊ ഇല്ല, ക്ഷയിച്ചു പോയി. എല്ലാവരും ഇപ്പൊ ചാവക്കാട്ടിനടുത്താണ്. കടപ്പുറത്താണോ? അല്ല, പെരപ്പുറത്ത്. അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? അല്ല, എടാ, പടക്കുറുപ്പന്മാരുടെ തറവാടാ ഞങ്ങൾ. വാളും പരിചയം വെച്ച് പൂജിച്ച വിഗ്രഹമാണ്. അതാണ് നീ കട്ടെടുത്തത്. അതുകൊണ്ട് ഇവന്റെ ശിക്ഷ ഞാൻ വിധിക്കും. എന്നാ വിധിക്ക്. ഇവനെ തല്ലിക്കൊല്ലണോ കല്ലെറിഞ്ഞു കൊല്ലണോ? ഏയ്, അതൊന്നും പോരാ ഇവന്. മുത്തച്ഛന്മാരുടെ കാലത്ത് പടക്കുറുപ്പന്മാരുടെ ഒരു 3-ാം മുറ പ്രയോഗമുണ്ട്. മുണ്ട് വെക്ക്. മുണ്ട് മടക്കി കുത്താൻ പറഞ്ഞു കേട്ടില്ലേ? മുണ്ട് മടക്കി കുത്തണോ? മുട്ടുകാലിൽ മുഴയുണ്ടോ? ഒരു മുഴയുണ്ട്. മുട്ടുകാലിൽ ഒരു മുഴയുള്ളവൻ കുടുംബപരമായി മുഴുക്കളനാണെന്നാണ് ശാസ്ത്രം. എന്റെ അനന്തരവനാണ്. കുറ്റമല്ലല്ലോ. ഒന്ന് പുറോട്ടുന്നേ. ശിക്ഷ വിധിക്കുന്നത് ഞാനാണെങ്കിലും അത് നടപ്പാക്കേണ്ടത് ഈ കൃഷ്ണവൃത്ത കാരണവരായ തമ്പി അദ്ദേഹം. അതിന്റെ പുണ്യം അങ്ങേക്ക് കിട്ടും. പിന്നെ അത് ഞാൻ ഏറ്റു. നീ മിടുക്കനാണ് മാധവ. ഞങ്ങൾ പടക്കുറുപ്പന്മാരുടെ ആചാരപ്രകാരം ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് കാരണവരും നാട്ടുകാരും ഒരു വായ്ത്താരി ചൊല്ലണം. എന്ത് വായ്ത്താരി? എല്ലാവരും കണ്ണടച്ച് ചെവി മൂടി ഞാൻ പറയുന്ന വായ്ത്താരി ഏറ്റു ചൊല്ലിയട്ടെ. എല്ലാവരും കണ്ണടച്ച് ചെവി പൊത്തി ഇദ്ദേഹം പറയുന്ന വായ്ത്താരി ഏറ്റു ചൊല്ലണം. പടകാളി മുറ്റത്തെ പരദേവതമാരെ, പനങ്ങാട് ദേശത്തെ പരകോടിയാട്ടം. ഇത് 2 പ്രാവശ്യം ആവർത്തിച്ചട്ടെ. പടകാളി മുറ്റത്തെ പരദേവതമാരെ, പനങ്ങാട്ട് ദേശത്ത് പരകോടിയാട്ടം. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ശിക്ഷ നടത്തണം. അവന്മാരോട് പോയി എങ്ങോട്ട് പോയണോ? ഏതോ ഓടിപ്പോണോ? പിടിക്കണോ? പനങ്ങാട്ട് ദേശം. അതാ കണാരന്റെ വീട്ടിലെ പൂച്ച. ഒരു ലക്ഷം ഉണക്കമീൻ കൊടുത്താൽ പൊക്കോളൂ. പോലീസ് हमारे मिनिस्टर का दोस्त को कहां छुपाया? അയ്യോ, എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. മലയാളത്തിൽ പറ പൂച്ച. കേന്ദ്രമന്ത്രി ബിള്ളാരി യാദവിന്റെ ഒപ്പം ഗ്വാളിയറിൽ പഠിച്ച ചങ്ങാതിയ പാർത്ഥൻ. അയാൾ എന്നെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഒളിപ്പിച്ചു വെച്ച ഒന്നുമല്ല. കുട്ടമ്പറമ്പിൽ നിന്ന് കുറ്റിയും പറിച്ചു ഓടിയത് അവനാ. 24 മണിക്കൂറിനകം പാർത്ഥനെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയില്ലെങ്കിൽ പിന്നെ താൻ തീഹാർ ജയിലിൽ കിടന്ന് അഴിയെണ്ണേണ്ടി വരും. ചലോ. ആരൊക്കെയാടാ കാരണം അവനെ സഹായിക്കാൻ വരുന്നത്? ആദ്യം ഒരു വരത്ത മാധവൻ, ഇപ്പൊ മന്ത്രിയും കരിമ്പൂച്ചകളും. എടാ, എവിടെങ്കിലും പോയാ പണ്ടാരക്കാരനെ കണ്ടുപിടിച്ചോണ്ട് ഇല്ല. അവന്മാര് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ജയിലിലായി പോകൂടാ. ഞാൻ കണ്ടുപിടിക്കും മുതലാളി. നാളെ നേരം വെളുത്ത് കോഴി കൂതുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. രണ്ട് സാധാ മീൽസ് മേടിച്ചോണ്ടിരാൻ പറഞ്ഞു. ഇതെന്തോന്ന് ചാക്കം കെട്ടില്ലേ? ഇത് തൊണ്ടിയാ, കാരണം തൊണ്ടി. ഓ, ആ തെണ്ടിയാ. ആ കള്ളത്തമ്പിയുടെ ചാരനായിട്ട് നമ്മളെ കണ്ടുപിടിക്കാൻ വന്നതാ. എന്താ എന്തൊരു വെയിറ്റ്? ഇവർക്ക് കരിമില്ലാണ് അതിലൊന്ന്. വായിൽ പോണതോ? നീ എന്തിനാണ് അവിടെ വന്നത്? എന്നൊന്നും ചെയ്യരുത്. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പ്രതിക്ക് പറയാനുള്ളത് കേൾക്കട്ടെ. അവനെ കൊണ്ട് ഞാൻ പറഞ്ഞിരിക്കാം. എന്തിനാണ് നീ ഇവിടെ വന്നത്? എന്റെ മുതലാളി പറഞ്ഞു കേട്ടോ. ഏത് മുതലാളി? എന്റെ മുതലാളി പലികുണം തമ്പിയാ. എന്തിന്? അതെ, നിന്റെ കൂടെ പഠിച്ച ഏതോ ഒരു കേന്ദ്രമന്ത്രി കൃഷ്ണവൃത്ത് വരുന്നുണ്ടെന്ന്. എന്റെ കൂടെ പഠിച്ച കേന്ദ്രമന്ത്രി? ആ, പഠിക്കുമ്പോ കുട്ടിയായിരുന്നു, ഇപ്പഴാ മന്ത്രിയായത്. അതാര്? ഏതോ ബില്ലാരി എന്നോ യാദവ് എന്നോ മറ്റാണ്. നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ബില്ലാരി, മദൻ ബില്ലാരി യാദവ്. ഗോളിവറിൽ നമ്മൾ ഒന്നിച്ച് ഹോസ്റ്റലല്ലായിരുന്നോ? പൊക്കം കുറഞ്ഞ ചട്ടിത്തലേ ബില്ലാരി. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലേ അയാൾക്ക് നല്ല ഓർമ്മയുണ്ട്. അയാൾ കേരളത്തിൽ ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഇവിടെ വന്ന് നിന്നെ അന്വേഷിക്കും. അപ്പൊ നീ ഒളിവിലാണെന്നറിയും. അതിന് കാരണക്കാരനായി എന്റെ മുതലാളിയെ ഡൽഹിയിലുള്ള കരിമ്പൂച്ചകൾ വന്ന് വല്ല ബീഹാറിലോ തീഹാറിലോ കൊണ്ടു ചെന്നിടും. അതോർത്ത് കിണ്ടിത്തിനായിട്ട് എന്റെ മുതലാളി പേടിച്ച് സ്റ്റേറ്റിരിക്കുക. അതുകൊണ്ട് പാർത്താ നീ പുറം ലോകത്തേക്ക് വന്നേ പറ്റൂ. അല്ല, അയാൾ അകത്താകാതിരിക്കാൻ ഇവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവനകത്താകത്തില്ലേ? അതെ, നാട്ടുകാരുടെ കണ്ണിൽ ഇവൻ വിഗ്രഹമോഷ്ടാവല്ലേ? അവരിവനെ തല്ലി കൊല്ലൂലേ? തല്ലുമായിരിക്കും, പക്ഷെ കൊല്ലാതിരിക്കാൻ ഒരു വഴിയുണ്ട്. ഞാനിപ്പോ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൊന്നില്ലല്ലോ. അതുപോലെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു. ഞാൻ പറയാം, പാർത്ഥൻ പുറത്തു വരും, പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? പാർത്ഥൻ അത് ശരി, എന്നോട് കണ്ടീഷൻ പറഞ്ഞിട്ട് പുള്ളിനെ വിളിച്ചിട്ട് പോവാ. നല്ല കണ്ടീഷൻ. കണ്ടീഷൻ പറയാം. ഞാൻ പുറത്തു വരണമെങ്കിൽ നിന്റെ ആ കള്ളത്തമ്പി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി മാപ്പ് വരണം. വിഗ്രഹമോഷണ കേസിൽ എനിക്ക് പങ്കില്ലെന്നും ഞാൻ നിരപരാധിയാണെന്നും എന്നെ കുരുക്കാൻ വേണ്ടി ഇത് അങ്ങേരൊരുക്കിയ തന്ത്രമാണെന്നും പബ്ലിക്കായിട്ട് വിളിച്ചു പറയണം. എങ്കിൽ പാർത്ഥൻ പുറത്തു വന്നിരിക്കും. അങ്ങേരകത്താവാതിരിക്കാൻ സമ്മതിച്ചോ? മുതലാളിമാരെ മാപ്പ് പറയിപ്പിക്കാന്ന് പറയണം. നീ പറയിപ്പിക്കണം. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങേരിലെ വീണ്ടും സ്ഥാനാർത്ഥി.
ഇത്തിരി എളിമ കാണിക്കാൻ പറ. എങ്കിൽ ഓട്ടും കിട്ടും, പാർത്തനും പുറത്തു വരും. ഇല്ലെങ്കിൽ മദൻ ബില്ലാരി യാദവിന്റെ കരിമ്പൂച്ചകൾ വേണ്ട, പറയിപ്പിക്കാം, മാപ്പ് പറയിപ്പിക്കാം. ഓക്കെ.